ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് സ്ത്രീകൾ പൊതുരംഗത്ത് വരേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നതാണ്. ഷെയ്ഖ് ഹസീനയും ഖാലിദാസിയയും അധികാരത്തിലിരുന്ന ബംഗ്ലാദേശിനാണ് ഈ ദുരവസ്ഥ എന്ന് ഓർക്കണം. ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഷഫീഖുർ റഹ്മാനാണ് സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത്. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളെ പഠിക്കാനും ജോലി ചെയ്യാനും പൊതുരംഗത്തേക്കും വരാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ധാർമ്മികമായ പരാജയത്തിന് ഇടയാക്കും. ഇതൊരു തരത്തിലുള്ള വേശ്യാവൃത്തിയാണെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സ്ത്രീകളെ പുറത്തേക്ക് വിടുന്നത് വേശ്യാവൃത്തി എന്ന് അഭിപ്രായപ്പെടുക മാത്രമല്ല, എക്സിൽ ഇദ്ദേഹം തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ പോസ്റ്റ് അതിവേഗം വൈറലാവുകയും ഷഫീഖുർ റഹ്മാനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. രാഷ്ട്രീയ എതിരാളികൾ ഇതിനെതിരെ ആഞ്ഞടിക്കുകയും ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിനെ മറ്റൊരു അഫ്ഗാനിസ്ഥാൻ ആക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത് തങ്ങളുടെ ഔദ്യോഗിക നിലപാടല്ലെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് തടിതപ്പുകയും ചെയ്തു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം പ്രശ്നം ഏറ്റെടുക്കുകയും രംഗത്ത് വന്ന് ഇതിനെ കൂടുതൽ മോശമാക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം സെക്രട്ടറിയായ നുറിനിസ സിദ്ദിഖ പറയുന്നത്, വലിയ സ്ഥാനങ്ങളിലൊന്നും സ്ത്രീകൾ ഇരിക്കാൻ പാടില്ല. കാരണം പുരുഷന്മാരാണ് സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടത്. ഇത് സ്ത്രീ പുരുഷ വേർതിരിവല്ല, മറിച്ച് വിശ്വാസമാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. 2 സ്ത്രീകൾ ബംഗ്ലാദേശ് ഭരിച്ചു. എന്നിട്ട് ഇന്നും ബംഗ്ലാദേശിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. അതിനാൽ സ്ത്രീകൾ ഉന്നത പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ലെന്നാണ് ഈ വനിതാ വിഭാഗം സെക്രട്ടറി അഭിപ്രായപ്പെടുന്നത്. ഇതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സ്ത്രീ പോലുമില്ല. ഇതിൽ നിന്നൊക്കെ ബംഗ്ലാദേശിന്റെ പോക്ക് എവിടേക്കാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ.